ബാർക്ക് തട്ടിപ്പിൽ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടി. കേരള DGPയിൽ നിന്ന് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയമാണ് റിപ്പോർട്ട് തേടിയത്. FIRൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശം ഉൾപ്പെടെ അറിയിക്കാൻ നിർദ്ദേശം നൽകി. വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനു വേണ്ടി സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. ലോക്സഭയിൽ എംപിമാരായ കെ സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്കാണ് രേഖാമൂലമുള്ള ഈ മറുപടി. ഡി ധനസുമോദി വിവരങ്ങളുമായി ചേർന്നു. സുമോദി, കേരളത്തിലെ ബാർക്ക് തട്ടിപ്പ് എങ്ങനെയാണ് പാർലമെന്റിലെത്തിയത്? ഈ ബാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തൊക്കെ നടപടികളാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എടുത്ത് എന്നുള്ളൊരു ചോദ്യമാണ് കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 2 എംപിമാർ ഉന്നയിച്ചത്. കണ്ണൂർ MP കെ സുധാകരനും ഇടുക്കി എംപിയുമാണ് ഇക്കാര്യത്തിൽ ഡീൻ കുര്യാക്കോസുമാണ് ഈ വിഷയം ഉന്നയിച്ചത്, പാർലമെന്റിൽ ഉന്നയിച്ചത്. കൃത്യമായി പല ചോദ്യങ്ങളാണ്, ഉപചോദ്യങ്ങളടക്കമാണ് അവർ ചോദിച്ചത്. കാരണം ഈ ബാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ബാർക്ക് ഏജൻസിയിൽ, ആ ഔദ്യോഗികമായിട്ടുള്ള ഏജൻസിയിൽ തന്നെ ഒരാൾക്ക്, ഒരു എംപ്ലോയിക്ക് പണം നൽകിക്കൊണ്ട്, അത് ക്രിപ്റ്റോ കറൻസി നൽകിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പാണ്. അതുമായി ബന്ധപ്പെട്ട പരാതിയാണ് ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. മറ്റ് ചോദ്യം, ഈ പോലീസിൽ നിന്ന് എടുത്തിരിക്കുന്ന ഈ നടപടിയിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്ത് നടപടി ഇതിനകത്ത് എടുത്തു എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു അടുത്തത് ചോദിച്ചത്. മൂന്നാമത്തെ ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്, ഈ ചാനൽ നേരത്തെ തന്നെ മറ്റു പലതരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കുടുങ്ങിയതാണ് എന്നുള്ള ഒരു ആരോപണം പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചിരുന്നോ എന്നുള്ളൊരു കാര്യം കൂടി ചോദിക്കുന്നു. അങ്ങനെ ഈ നിർണായകമായിട്ടുള്ള ചോദ്യങ്ങളാൽ തന്നെയാണ് ഈ പാർലമെന്റിൽ ഉന്നയിച്ചത്. ഇതിനുള്ള മറുപടിയായിട്ട് എൽ മുരുകൻ സഹമന്ത്രി പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട വിഷയം കൃത്യമായി തന്നെ പാർലമെന്റിന്റെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്ത് നടപടിയാണ് എടുത്തത്, അതിൽ FIR അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് DGPക്ക് കത്തെഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നിരിക്കുന്നത്. മറ്റു ഉപചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ബാർക്കിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ ഈ ഒരു കണക്കെടുപ്പിനുള്ള ഒരു യന്ത്രങ്ങൾ വെച്ചിരിക്കുന്ന ഇതിലൊരു കണക്കെടുപ്പിനുള്ള അത് വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, ആരോഗ്യകരമായ മത്സരം തുടരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികളാണ് എടുക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി എൽ മുരുകൻ പറയുന്നു.